നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 28 തിങ്കളാഴ്ചയാണ്. കർക്കടകം 12-ാം തീയതി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. പക്ഷേ താരതമ്യേന ഇന്നലത്തേതിനേക്കാളും കഴിഞ്ഞ ദിവസത്തെക്കാളും ഒക്കെ അപേക്ഷിച്ച് താരതമ്യേന ശക്തി കുറവായിരിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന നിലയിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാവുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം. വിഷയം ഉന്നയിച്ച് ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കും. പ്രതിപക്ഷം വിഷയം പാർലമെന്റിലും ഉന്നയിക്കും. കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ നേരിട്ടിടപെടണമെന്നും സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കന്യാസ്ത്രീകൾക്കായി ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിക്കും. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിഷേധം ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലായി. ഇന്നിപ്പോൾ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധമുണ്ട്. അത് ഏത് രീതിയിലാകും? അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യക്കടത്ത് ആരോപണം അതൊരു വെറും ആരോപണം മാത്രമാണ്. അടിസ്ഥാനപരമായി അതിലൊരു യാഥാർത്ഥ്യമില്ല. അപ്പോൾ ആ രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കാൻ തന്നെയാണോ ഇന്ന് എംപിമാരുടെ തീരുമാനം? വെരി ഗുഡ് മോർണിംഗ് സ്മിത, റീജിത്ത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ രാജ്യവ്യാപകമായി ഈ സംഭവത്തിന് എതിരായി സ്വരങ്ങൾ ഉയർന്നിരുന്നു. അത് പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് പൂർണ്ണമായും ഇന്ന് മാറുകയാണ്. പാർലമെന്റിലും വിഷയം എത്തുന്നു. പാർലമെന്റ് കവാടത്തിൽ പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി പ്രതിപക്ഷ അംഗങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകാനാണ് തീരുമാനം. CPIM രാജ്യസഭാ MP A റഹീം ഇതിനകം തന്നെ നോട്ടീസ് സമർപ്പിച്ചിട്ടുണ്ട്. സഭ നിർത്തിവെച്ച് ചട്ടം 267 അനുസരിച്ച് സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് A റഹീം MP നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജ്യസഭയിൽ സമാനമായി മറ്റ് എംപിമാരും പ്രതിപക്ഷ അംഗങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണം എന്നും ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഇടപെടൽ വേണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ നൽകണമെന്നാണ് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും കത്തയച്ചിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഈ വിഷയത്തിൽ ഇടപെടണം എന്നും ആവശ്യമായ നിർദ്ദേശം പോലീസിന് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് KC വേണുഗോപാൽ MP കത്തയച്ചത്. അതേസമയം ഈ മറ്റ് ഇടങ്ങളിൽ രാജ്യവ്യാപകമായി തന്നെയുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് വിവിധ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. കാരണം രണ്ട് ആരോപണങ്ങളാണ് ഈ രണ്ട് കന്യാസ്ത്രീകളെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തടഞ്ഞു വയ്ക്കുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നത്. അതൊന്ന് എന്നുള്ളത് നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്നുള്ളതാണ്. എന്നാൽ അതിന് കൃത്യമായി തന്നെ തെളിവുകൾ ആ പെൺകുട്ടികൾ ഇവരോടൊപ്പം ആശുപത്രിയിൽ ജോലിക്കായി എത്തിയ 3 പെൺകുട്ടികളും ഹാജരാക്കിയിരുന്നു. അവർ സമർപ്പിച്ച രേഖകൾ അനുസരിച്ച് അവർ നിലവിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ മതപരിവർത്തനം എന്ന ആരോപണം നിലനിൽക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇവർക്കെതിരെ ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് എന്ന കുറ്റം ചുമത്തി ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് 2 കന്യാസ്ത്രീകളും ഉള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നാൽ ഈ ഒരു ആരോപണവും നിലനിൽക്കാത്ത തെളിവുകൾ ഈ പെൺകുട്ടികളുടെ കൈവശമുണ്ടായിരുന്നു. ജോലിക്കാണ് പോകുന്നത് എന്നതിൻ്റെ രേഖകൾ, അവരുടെ വീട്ടുകാരിൽ നിന്നുള്ള സമ്മതപത്രം, അവരുടെ മാതാപിതാക്കൾ തന്നെ നൽകിയ സമ്മതപത്രം ഉണ്ടായിരുന്നു. ഈ 3 കുട്ടികൾക്കും 18 മുകളിൽ പ്രായമായിരുന്നു. 19 മുതൽ 22 വയസ്സ് വരെ പ്രായമായിരുന്നു ഈ 3 പെൺകുട്ടികൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വമായി ഈ പ്രതിച്ഛായ തകർക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന ആരോപണം രൂക്ഷമായി തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ആയതിനാൽ ഇവർക്ക് ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ജാമ്യത്തിനായുള്ള നീക്കങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. അതിനായി പ്രത്യേക അഭിഭാഷകർ ഉൾപ്പെടെ അടങ്ങുന്ന സംഘം ഇന്ന് സ്ഥലത്ത് എത്തും. ജാമ്യാപേക്ഷ ഇന്ന് തന്നെ സമർപ്പിക്കും. കൂടാതെ BJPയുടെ ഉന്നത നേതൃത്വത്തിലും ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് നേരത്തെ തന്നെ CBCI ഈ വിഷയം പെടുത്തിയിരുന്നു. CBCI
പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസ് അടക്കമുള്ളവരെ ബന്ധപ്പെട്ടിരുന്നു. ഈ വിഷയം BJP ഉന്നത നേതൃത്വത്തിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് എന്നും ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ആശയവിനിമയം ഇതിനകം തന്നെ നടന്നിട്ടുണ്ട് എന്നുമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ബൽറാം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ നേരത്തെ തന്നെ ക്രൈസ്തവ സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഡൽഹിയിൽ ക്രൈസ്തവ സംഘടനകൾ യോഗം ചേരുന്നതൊക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ തന്നെ കള്ളക്കേസ് എടുക്കുക, അതിവേഗത്തിൽ പോലീസ് നടപടികൾ സ്വീകരിക്കുക, ആൾക്കൂട്ടം വിചാരണ ചെയ്യുക, അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇതിന് പിന്നിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ ബൽറാം നെടുങ്ങാടി. തീർച്ചയായും റിജിത്ത്, തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ അത് ഈ 2-3 സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഇത്തരം ആവർത്തിക്കുന്നത്. ഒന്ന് ഛത്തീസ്ഗഡാണ്, മധ്യപ്രദേശിൽ ഉണ്ടാകുന്നു, സമാനമായി തന്നെ ഒഡീഷയിലും ഇത്തരത്തിൽ നീക്കങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും ഈ കന്യാസ്ത്രീകൾക്കെതിരെയാണ്, അല്ലെങ്കിൽ കന്യാസ്ത്രീകളാണ് ഇതിന് ഇരയാകുന്നത്. ഈ തീവ്ര വിഭാഗം അവർ തടഞ്ഞു വയ്ക്കുകയും ഇവർക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും പലപ്പോഴും സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നുള്ളതാണ് നിർബന്ധിത മതപരിവർത്തനം, ഒപ്പം മനുഷ്യക്കടത്ത് എന്നീ ആരോപണങ്ങൾ. ഇക്കാര്യം തന്നെയാണ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഛത്തീസ്ഗഡിൽ തന്നെ മലയാളിയായ പാസ്റ്റർ ജോസ് തോമസ് നടത്തുന്ന സ്കൂളിനെതിരെ മാസങ്ങൾക്ക് മുമ്പ് 3 മാസങ്ങൾക്ക് മുമ്പ് സമാനമായ ആരോപണം ഉയർന്നിരുന്നു. ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ തന്നെയായിരുന്നു ഈ സ്കൂളിൽ മറ്റ് ചില ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചതും അത് നിരാകരിക്കപ്പെട്ടതിനെ തുടർന്ന് മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ സ്കൂളിന് നേരെ ആക്രമണം നടത്തുകയും തുടർന്ന് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. പോലീസിന്റെ അടക്കമുള്ള പ്രാദേശിക പിന്തുണ ഇവർക്ക് ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഈ സിസ്റ്റർമാരുടെ വിഷയത്തിലും അതിവേഗം കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഉന്നത നേതൃത്വം അറിയുന്നതിന് മുമ്പായി തന്നെ ഇത്തരത്തിൽ കേസെടുക്കുകയും ഇവരെ തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പ്രാദേശികമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിവിധ മേഖലകളിൽ. ഈ ഛത്തീസ്ഗഡിൽ മുൻപ് ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾക്ക് ഇരയായവർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും ഹനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇത്തരം തീവ്രശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നും ഇതിന് ഒരു സ്ഥിരമായ പരിഹാരം വേണമെന്നും അതിനായി ഉന്നത നേതൃത്വത്തിൽ നിന്ന് തന്നെയുള്ള നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ വേണം എന്നുമുള്ള ആവശ്യമാണ് CBCI അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. റിജിത്ത്, സ്മിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ്. സംസ്ഥാനത്ത് പൊതുവിൽ മഴയുടെ തീവ്രത കുറയുമെങ്കിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും ശക്തമായ മഴ തുടരാൻ സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. റിനു ശ്രീധറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, ഗുഡ് മോർണിംഗ്. റിനു, കഴിഞ്ഞ ദിവസം 2 ദിവസം തുടർച്ചയായ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മഴയ്ക്കൊരു ശമനം ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴയും കാറ്റും അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. അത് ഏതെല്ലാം പ്രദേശങ്ങളാണ്, എന്തെല്ലാം മഴ മുന്നറിയിപ്പുകളാണ് ഇന്നുള്ളത്? ഗുഡ് മോർണിംഗ് സ്മിത, രജിത്ത. എന്തായാലും സംസ്ഥാനത്ത് വരുന്ന 1 മണിക്കൂറിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, അതുപോലെ തന്നെ പാലക്കാട്, അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വരുന്ന 1 മണിക്കൂറിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നെങ്കിൽ നേരിയ ശമനമാണ് പൊതുവെ സംസ്ഥാനത്ത് ഇന്നുണ്ടാകുക എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. എങ്കിൽ പോലും ചിലയിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള കാറ്റും വീശിയടിക്കുവാൻ സാധ്യതയുണ്ട്. അതിശക്തമായിട്ടുള്ള തിരമാലകൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും മുന്നറിയിപ്പായി തന്നെ നൽകിയിട്ടുണ്ട്. അതേസമയം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സമുദ്ര സ്ഥിതി ഗവേഷണ കേന്ദ്രം കൃത്യമായി തന്നെ മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ളത്. മലയോര മേഖലകളിലും ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. പക്ഷേ പൊതുവെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഇല്ല എന്നുള്ളതാണെങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. റിജിത്ത, സ്മിത.
ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. പൊതുവെ മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. പക്ഷേ വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തന്നെ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 8 സ്കൂളുകൾക്കും സുരക്ഷ മുൻനിർത്തി 5 സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമാണ്. അതിനാൽ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമുണ്ടാവില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരി ഗവൺമെന്റ് മോഡൽ HSS, ചങ്ങനാശ്ശേരി പൗവം UP സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വയനാട്ടിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധിയായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും സംബന്ധിച്ച് വിശദമായ ചർച്ച ഇന്ന് പാർലമെന്റിൽ ഉണ്ടാകും. ലോക്സഭയിലാണ് ചർച്ച തുടങ്ങുക. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സുരക്ഷാ വീഴ്ചയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇടയാക്കിയതെന്ന ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ വെളിപ്പെടുത്തലും ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദവും പ്രതിപക്ഷം ചർച്ചയാക്കും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒരു ചർച്ച വേണമെന്നുള്ളത്. ഇന്നിപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം ആ കാര്യം ഉന്നയിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ബഹളത്താൽ മുഖരിതമാകും ഇന്ന് സഭ എന്നാണ് കരുതുന്നത്. എന്തായിരിക്കും, എന്തെല്ലാം കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്? ഗുഡ് മോർണിംഗ് സ്മിത, റിജിത്ത്. പ്രതിപക്ഷത്തിന്റെ കാലങ്ങളായുള്ള അല്ലെങ്കിൽ മാസങ്ങളായുള്ള ആവശ്യമാണ് ഇന്ന് സഭയിൽ പാർലമെന്റിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് അംഗീകരിച്ചിരുന്നില്ല. അതിനുശേഷം ആദ്യമായി ഈ വർഷകാല സമ്മേളനം ചേരുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം ഈ ആവശ്യങ്ങൾ സർവകക്ഷി യോഗത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനും ആ ഒരു ഘട്ടത്തിൽ കൃത്യമായ മറുപടി ലഭിച്ചില്ല. എല്ലാ ചർച്ചകൾക്കും തയ്യാറാണെന്ന മറുപടിയാണ് ലഭിച്ചത്. തുടർന്ന് കഴിഞ്ഞ ആഴ്ച മുഴുവനായും തന്നെ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിൽ ഉന്നയിച്ച പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് പഹൽഗാം. അതിനുശേഷം നടന്ന സമവായ ചർച്ചയിലാണ് ഇന്ന് പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച് ലോക്സഭയിലും നാളെ രാജ്യസഭയിലും 16 മണിക്കൂർ വീതം ചർച്ചകൾക്ക് സർക്കാർ അംഗീകരിച്ചത്. തുടർന്ന് ആ ചർച്ചകളാണ് ഇന്ന് നടക്കുക. ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരിക്കും ഈ ചർച്ചകൾക്ക് ലോക്സഭയിൽ ഇന്ന് തുടക്കം കുറിക്കുക. അതേസമയം പ്രതിപക്ഷമാകട്ടെ ഈ വിഷയം ശക്തമായി തന്നെ സർക്കാരിനെതിരെ ആയുധമാക്കാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് സഭയിലേക്ക് എത്തുന്നത്. പ്രധാനമായും ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്ന ആരോപണം എന്നുള്ളത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ ഒരു വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് എന്ന ചോദ്യമാണ്. ഈ നിലവിൽ ഇപ്പോൾ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ തന്നെ ഒരു അഭിമുഖത്തിൽ സുരക്ഷാ വീഴ്ച പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമായി എന്ന് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രധാന വിഷയമായി പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കാണിക്കും. ഒപ്പം തന്നെയാണ് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ തൻ്റെ ഇടപെടലാണ് നിർണായകമായത് എന്ന് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി ആവർത്തിക്കുകയാണ്. ഏതാണ്ട് 24 തവണയാണ് അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചത് പല വേദികളിലായി. ഈ വിഷയവും ഉയർത്തിക്കാണിക്കും. എന്നാൽ അത് സർക്കാർ അംഗീകരിക്കുന്നില്ല. രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുണ്ടായ ചർച്ചയിലാണ് സമവായത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് എത്തിയത് എന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആവർത്തിക്കുന്നത്. അതിനുശേഷവും ഡൊണാൾഡ് ട്രംപ് ഇത് ആവർത്തിക്കുന്നു. 5 വിമാനങ്ങൾ തകർന്നതായി ഉൾപ്പെടെ ഏറ്റവും അവസാനം അദ്ദേഹം നടത്തിയ പരാമർശത്തിൽ പറയുകയുണ്ടായി. ഇക്കാര്യങ്ങളിൽ ഉൾപ്പെടെ വ്യക്തത വരുത്തണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുക. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച് സഭയിൽ വ്യക്തത വരുത്തണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നിലവിൽ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത ഏറെ കുറവാണെങ്കിൽ പോലും ഇത് ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ഈ വിഷയത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുക, ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ഈ വിഷയം ആയുധമാക്കുക എന്നാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയം, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് നോട്ടീസ് നൽകും. അത് രാജ്യസഭയിലായിരിക്കും ഇന്ന് ഈ നോട്ടീസുകൾ ചർച്ച ആവശ്യപ്പെട്ട് നൽകുക. അതിനായുള്ള തയ്യാറെടുപ്പുകളും പ്രതിപക്ഷം പൂർത്തിയായിട്ടുണ്ട്. ഇന്നെന്തായാലും സഭാതലത്തിൽ വലിയ ഭരണ പ്രതിപക്ഷ പോരാട്ടങ്ങൾക്കും ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾക്കും സാക്ഷ്യം വഹിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്.
റിജിത്ത്, സ്മിത. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇന്ന് എല്ലാ കണ്ണുകളും പാർലമെന്റിലേക്കാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വിശദീകരിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് സർക്കാരിന് മറുപടി ഉണ്ടാകും. സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്തുന്ന നീക്കങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ജയിൽ മേധാവിക്ക് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ ഉണ്ടാവുക. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നായിരുന്നു ഡിഐജിയുടെ പ്രാഥമിക റിപ്പോർട്ട്. ജയിലിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. ഗോവിന്ദച്ചാമിയുമായി ബന്ധപ്പെട്ടിരുന്ന സഹതടവുകാരുടെയും സസ്പെൻഷനിലായ ജയിൽ ഉദ്യോഗസ്ഥരുടെയും മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഒരു വലിയ സുരക്ഷാ വീഴ്ച ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ദൃശ്യങ്ങൾ അതിൻ്റെ നേർസാക്ഷ്യമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അവിടെയൊന്നും നിൽക്കുന്നതല്ല ഈ വീഴ്ച എന്നുള്ളത് നമുക്കറിയാം. കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്നു വന്ന വിമർശനങ്ങൾ, വസ്തുതകൾ ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു സമഗ്ര റിപ്പോർട്ടാണോ മുന്നിലേക്ക് വരുന്നത്? തുടർ നടപടികൾ വേഗത്തിൽ തന്നെ ഉണ്ടാകുമോ അരുൺ പൂപ്പറമ്പ്? റീജിത്തെ, ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവശേഷിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയേണ്ടത് ഗോവിന്ദച്ചാമിക്ക് ഈ ജയിൽ ചാടുന്നതിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള സഹായം ലഭിച്ചതായിട്ടുള്ള ഒരു സൂചനയും അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. അല്ലെങ്കിൽ അവർ ശേഖരിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ മറ്റ് അന്വേഷണത്തിലൊന്നും അത്തരത്തിലുള്ള സഹായം ലഭിച്ചതായി സൂചനകളില്ല. പക്ഷെ മറ്റ് തടവുകാർക്ക് ഇതിനെപ്പറ്റി, ഇയാൾ ജയിൽ ചാടുന്നതിനെ പറ്റി അതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന കാര്യമാണ് പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ പറയുന്നത്. കൂടുതൽ നടപടികൾ, അതായത് ഈ ജയിലിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. ജയിൽ DIGയുടെ റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ടാണ് ജയിൽ മേധാവിക്ക് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പ്രാഥമിക റിപ്പോർട്ട് നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ സമർപ്പിച്ചിരുന്നു. അതിൽ ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിരുന്നതിൽ പ്രധാനമായും അന്ന് സംഭവിച്ചിട്ടുള്ള സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷം തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇന്ന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്താണ് കൂടുതൽ നടപടികൾ, പ്രത്യേകിച്ച് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെയുള്ള നടപടികളെ സംബന്ധിച്ച് ജയിൽ DGP ആയിരിക്കും, ജയിൽ മേധാവിയായിരിക്കും അതിലൊരു അന്തിമ തീരുമാനം എന്തായാലും നടത്തുക. മറ്റൊന്ന്, പോലീസിന്റെ അന്വേഷണം സമാന്തരമായി ഇതിൽ നടക്കുന്നുണ്ട്. പോലീസ് നേരത്തെ പ്രാഥമികമായി അവിടെ എത്തി ജയിൽ ഉദ്യോഗസ്ഥരോടൊക്കെ മൊഴി രേഖപ്പെടുത്തുകയും CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചത് പരിശോധിച്ച് വരികയാണ്. അതിനിടെ ഇന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ ഈ ജയിലിലുണ്ടായിരുന്ന ഈ ഗോവിന്ദച്ചാമി ജയിലിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇടപഴകിക്കൊണ്ടിരുന്ന മറ്റ് സഹതടവുകാരുടെ കൂടി മൊഴി രേഖപ്പെടുത്തും എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ സഹതടവുകാരുടെ, പ്രത്യേകിച്ച് ഈ 10ാം ബ്ലോക്കിലെ ഉൾപ്പെടെയുള്ള തടവുകാരുടെ ഒരു പട്ടിക പോലീസ് തയ്യാറാക്കിയിരുന്നു. അതനുസരിച്ചുള്ള മൊഴിയെടുക്കലുണ്ടാകും. നേരത്തെ ഈ സംഭവത്തിന് ശേഷം സസ്പെൻഷൻ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരുണ്ട്, അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ മൊഴി കൂടി പോലീസ് അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും. എന്തായാലും ഇതിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ വിശദമായ അന്വേഷണം നടക്കേണ്ടതുള്ളത്. അതോടൊപ്പം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയിൽ എന്ത് നടപടി ഉണ്ടാകും എന്ന കാര്യത്തിലും DGPയുടെ നിലപാട്, ജയിൽ മേധാവിയുടെ നിലപാട് നിർണായകമാകും. റിജിത്ത്, അരുൺ പൂപ്പറമ്പ, ഇങ്ങനെ ഒരു കൊടും കുറ്റവാളി, അയാൾ അനായാസമായി വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് സെല്ലിൻ്റെ ഇരുമ്പഴിയൊക്കെ മുറിച്ച് പുറത്തേക്ക് കടക്കുക, അതിനുശേഷം തന്നെ ജയിൽ വളപ്പിൽ 3 മണിക്കൂറോളം തുടരുക, ഇതൊന്നും ആരും അറിയാതെ പോവുക. പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തലിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇത് 3 പേർക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. ഇതാ ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട സിസ്റ്റത്തിൽ തന്നെ വലിയ വീഴ്ചകളും ഗുരുതരമായ കൃത്യവിലോപവും ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന സംഭവമാണ്. ഇതിൽ വളരെ സമഗ്രമായി ജയിലിലെ പൊതുവായുള്ള സുരക്ഷ, അതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ചോദ്യങ്ങൾ,
കണ്ണൂരിലെ ജയിലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു കേട്ട ആക്ഷേപങ്ങൾ, ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാവുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അതിനിടയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ റിപ്പോർട്ട് അത് എത്രത്തോളം പ്രധാനമാണ്? അരുൺ പൂപ്പറമ്പ. റിജിത്ത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇതിൽ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് അതിനെ തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. അതോടൊപ്പം ഇയാൾ ജയിൽ ചാടിയിട്ടുള്ള രീതി, അതിലുള്ള ആസൂത്രണം, അതെങ്ങനെ നടപ്പിലാക്കിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആദ്യഘട്ടം മുതൽ പുറത്തു വന്നപ്പോൾ അവിശ്വസനീയം എന്ന് മാത്രമേ അതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും ഈ പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഇത് അയാൾ ഒറ്റയ്ക്ക് നടപ്പിലാക്കിയതാണ്, മറ്റാരുടെയും സഹായം ഈ ജയിൽ ചാടുന്നതിന് അയാൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ആ രീതിയിൽ വിശ്വസിക്കാൻ ആർക്കും തന്നെ കഴിയുന്നില്ല. പൊതുസമൂഹത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള അതിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഇയാൾ മാസങ്ങളെടുത്ത് ഇത് ആസൂത്രണം ചെയ്യുന്നു? അതിൽ കൃത്യമായി ആയുധം അവിടെ തന്നെ രൂപപ്പെടുത്തിയെടുത്ത് ഈ ഇരുമ്പു കമ്പികൾ മുറിക്കുന്നു, അതും സമയമെടുത്ത് മുറിക്കുന്നു. അതൊന്നും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അതോടൊപ്പം ഈ സെല്ലിലാണ് ഈ ആയുധങ്ങളും മറ്റ് ഇയാൾ ഈ ജയിൽ ചാടുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ച വസ്ത്രങ്ങൾ, തുണികളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചത്. അതിനുശേഷം ഈ ജയിൽ ചാടുന്ന ദിവസം തന്നെ അന്ന് അവിടെ പരിശോധന ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ CCTV കൃത്യമായി നിരീക്ഷിച്ചിരുന്നില്ലേ? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ. അങ്ങനെ നിരീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ, പരിശോധന ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ സാധിക്കില്ല. നേരത്തെ റീജി സൂചിപ്പിച്ചതുപോലെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി 3 മണിക്കൂറിലേറെ സമയം ഈ ജയിൽ കോമ്പൗണ്ടിൽ അയാൾ ചെലവഴിച്ചു. അയാൾ ഈ ജയിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അവിടെ നിന്ന് ഒരുക്കി. അപ്പോൾ ആ സമയത്ത് കൃത്യമായ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന, അവിടെ നടക്കുന്ന റൊട്ടീൻ പരിശോധന ഉണ്ടായാൽ മതി. അതായത് സ്ഥിരമായി രാത്രി നടക്കുന്ന പരിശോധനകൾ, ഈ സെല്ലുകളിലൂടെയുള്ള 2 മണിക്കൂർ ഇടപെട്ടുള്ള പരിശോധനകൾ നടന്നിരുന്നെങ്കിൽ കൃത്യമായി ഓരോ സെല്ലിലുമുള്ള നിരീക്ഷണ ക്യാമറകൾ, ജയിലിൻ്റെ വിവിധ വശങ്ങൾ, വിവിധ ആംഗിളുകളിലുള്ള CCTVകൾ പരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഡ്യൂട്ടിക്ക് ജീവനക്കാരനുണ്ടാവേണ്ടതാണ്. അപ്പോൾ അതൊന്നും അവിടെ അത്തരത്തിലുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന പ്രസക്തമായ ചോദ്യം. അല്ല, ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് മറ്റു സഹായങ്ങൾ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ ഇതൊക്കെ കണ്ണടച്ച് ഇത്തരത്തിലുള്ള പഴുതുകൾ ഉണ്ടായത് എന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യം ഒരു വശത്ത് നിൽക്കുകയാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതിൽ തനിച്ചാണ് ഇയാൾ ചെയ്തത് എന്ന് പറയുമ്പോൾ പോലും ഈ സംശയം തീർക്കേണ്ടത് എന്തായാലും ഈ അന്വേഷണ ഏജൻസികളുടെ ഉത്തരവാദിത്തമാണ്. പോലീസിനൊപ്പം തന്നെ ജയിൽ വകുപ്പിൻ്റെ, സർക്കാർ നിയോഗിച്ച സമിതിയുടെയൊക്കെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. അതിനിടെയാണ് ഇപ്പോൾ ജയിൽ DIG വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിലെന്തൊക്കെയായിരിക്കും ഈ വീഴ്ചയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്? പൊതുവെ ഈ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ച് ഈ റിപ്പോർട്ട് നിർണായകമാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ ജയിൽ ചാട്ടുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മറ്റു ജയിലുകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെയുള്ള മറ്റു ജയിലുകളിലെ സുരക്ഷ എത്രത്തോളം ശക്തിപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്നതായിരിക്കും ഈ റിപ്പോർട്ട് എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. റീജിത്ത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കണ്ണൂരിൽ. വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവ ചുമത്തും. കരാറിലെത്തിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും സ്കോട്ട്ലൻഡിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ്. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ് മധു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ചൂടേറിയ ചർച്ചകളാണ് നടന്നിരുന്നത് ഉർസുലയും ട്രംപുമായി. അപ്പോൾ അതിൽ ഒരു തീരുമാനത്തിൽ തൽക്കാലം എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിനു മുൻപ് പറഞ്ഞതൊക്കെ തന്നെ 50% തീരുവ, 30%, ഒടുവിൽ 20% വരെ വന്നു. പ്രത്യേകിച്ച് ഈ കാറുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, അതിനൊക്കെ തന്നെ. ഇപ്പോഴുള്ള ഈ 15% അതുകൊണ്ട് ഇരു കൂട്ടർക്കും അതൊരു വലിയ കുഴപ്പമില്ലാതെ പോകാം എന്നുള്ള ധാരണയിലാണ്. ഗുഡ് മോർണിംഗ് റിജിത്ത്, സ്മിത. ഇരുകൂട്ടർക്കും എന്നുള്ളതിന് അപ്പുറമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഒരു വലിയ വിജയമാണ് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര തർക്കം പറഞ്ഞു തീർക്കുവാൻ സാധിച്ചത്. അതിന്റെ കാരണം ആഗോള വ്യാപാരത്തിന്റെ ഒക്കെ കണക്കുകളെടുത്താൽ ഈ US യൂറോപ്പ് മാർക്കറ്റ് ഷെയർ ഏകദേശം
ആഗോളതലത്തിൽ തന്നെ 1/3 വരും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനുമായിട്ട് നടന്ന അവസാന ചർച്ചകൾക്കൊടുവിലാണ് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 15% തീരുവ ഏർപ്പെടുത്തുവാനായിട്ട് ഇരുകൂട്ടരും സമ്മതിച്ചിരിക്കുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തുടക്കത്തിൽ ഈ സ്മിത പറഞ്ഞതുപോലെ 50, 30 അങ്ങനെ 20% വരെ കുറഞ്ഞു വന്നിരുന്നു. ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ ഇടപാടാണ് ഇതെന്നാണ് താൻ കരുതുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത്. അതുപോലെ US-ന്റെ ഊർജ്ജ ഉൽപ്പന്നങ്ങളും സൈനിക ഉപകരണങ്ങളുടെയൊക്കെ വാങ്ങലുകൾ ഘട്ടം ഘട്ടമായി യൂറോപ്പ് വർദ്ധിപ്പിക്കാമെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല യൂറോപ്യൻ യൂണിയൻ 600 ബില്യന്റെ നിക്ഷേപം അമേരിക്കയിൽ വരും വർഷങ്ങളിൽ നടത്തും. ട്രംപിനെ ഒരു കടുത്ത വിലപേശൽ നടത്തുന്ന ഒരാളായിട്ടാണ് വോണ്ടർലൈൻ വിശേഷിപ്പിച്ചത്. ഈ 15% താരിഫ് തന്നെ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചാണ് സാധിച്ചെടുത്തതെന്നും അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. US ഊർജ്ജ മേഖലയിൽ $750 ബില്യൺ കച്ചവടമാണ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്പിൽ നിന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ നിക്ഷേപ വാക്കുകളൊന്നും വരും വർഷങ്ങളിൽ പാലിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ ഈ താരിഫ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവകാശം അമേരിക്കയ്ക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്രീജിത്ത്, സ്മിത. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നോക്കാം അന്തർദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ. അതിർത്തി സംഘർഷം പരിഹരിക്കാൻ തായ്ലൻഡ്, കംബോഡിയ നേതാക്കൾ മലേഷ്യയിൽ ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ മരണസംഖ്യ 30 കടന്നു. ഗസയിൽ യുദ്ധ ടാങ്ക് തകർത്ത 2 ഇസ്രയേൽ സൈനികരെ വധിച്ചു. സംഭവം തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ. പാകിസ്ഥാനിൽ ബസ് അപകടത്തിൽ 10 മരണം, 24 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ഇസ്ലാമാബാദിൽ നിന്ന് ലാഹോറിലേക്ക് പോയ ബസ്. ഉഷ്ണതരംഗത്തിനു പിന്നാലെ ഗ്രീസിൽ 5 കാട്ടുതീ വ്യാപിക്കുന്നു. ഞായറാഴ്ച രാജ്യത്ത് താപനില 44 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നു. അതിർത്തി രാജ്യമായ തുർക്കിയിലും താപനില ഉയരുകയാണ്. ജർമ്മനിയിൽ പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ നിരവധി പേർ മരിച്ചു. ട്രെയിനിൽ ഉണ്ടായിരുന്നത് 100-ലധികം യാത്രക്കാർ. പഞ്ചാബിൽ ആശുപത്രിയിൽ ഓക്സിജൻ വിതരണം തടസ്സപ്പെട്ട് 3 രോഗികൾ മരിച്ചു. ജലന്ധർ സിവിൽ ആശുപത്രിയിലാണ് സംഭവം. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, തീർച്ചയായും ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ രോഗികൾ അവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ ആശുപത്രിയിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് മരണമടയുന്നത്. ഈ ജലന്ധറിലെ സിവിൽ ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 8:30 ഈ സംഭവം. ആശുപത്രിയുടെ ഓക്സിജൻ പ്ലാന്റിൽ ഉണ്ടായ തകരാറിനെ തുടർന്ന് ഈ അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് പോകുന്ന ഓക്സിജൻ അതിൻ്റെ മർദ്ദത്തിൽ കുറവുണ്ടാവുകയായിരുന്നു. ഏതാണ്ട് 3-4 മിനിറ്റ് മാത്രമാണ് ഇത്തരത്തിൽ ഓക്സിജൻ മർദ്ദത്തിൽ കുറവുണ്ടായത് എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ അതിനിടെ തന്നെ 3 രോഗികളാണ് മരിച്ചത്. അതിൽ ട്രോമ യൂണിറ്റിൽ പ്രവേശിപ്പിച്ചിരുന്ന രോഗികൾ, പാമ്പുകടിയേറ്റ ഒരു രോഗി, ഒപ്പം തന്നെ മയക്കുമരുന്ന് അമിതമായി ഉപയോഗിച്ചതിനെ തുടർന്ന് ചികിത്സയിലുണ്ടായിരുന്ന രോഗി അടക്കമുള്ള 3 പേരാണ് ഈ സംഭവത്തിൽ മരിച്ചത്. എന്നാൽ ഉടൻ തന്നെ സാങ്കേതിക തകരാർ പരിഹരിച്ച് ഈ ഓക്സിജൻ വിതരണം സാധാരണ നിലയിലാക്കി എന്നും അപ്പോഴേക്കും രോഗികളുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നുമാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം. ഈ 3 രോഗികളും ഒപ്പം തന്നെ ഒരേ സമയം ഒന്നിച്ച് മരിക്കുകയായിരുന്നില്ല. ഈ ഓക്സിജൻ പുനഃസ്ഥാപിച്ചതിന് ശേഷം നിമിഷങ്ങളുടെ ഇടവേളകളിലാണ് ഈ മരണം സംഭവിച്ചത്. എന്തായാലും സാങ്കേതിക തകരാർ തന്നെയാണ് ഈ മരണത്തിന് ഇടയാക്കിയത് എന്ന് തന്നെയാണ് പ്രാഥമികമായ നിഗമനം. ഈ സംഭവത്തിൽ പോലീസ് അടക്കമുള്ളവർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രോഗികളുടെ ബന്ധുക്കൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം വലിയ സാങ്കേതിക തകരാർ അല്ല ഈ അപകടത്തിന് കാരണമെന്നും ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നും ഉള്ള വിശദീകരണവുമായാണ് ആശുപത്രി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. സ്മിത, റീജിൻ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പത്തനംതിട്ട കോയിപ്പുറം നെല്ലിക്കലിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനായി തെരച്ചിൽ തുടരുന്നു. വള്ളത്തിൽ മീൻ പിടിക്കുന്നതിനിടയിലാണ് ഇയാൾ ഒഴുക്കിൽപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന 2 പേരുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. മലപ്പുറം എടപ്പാൾ ഐലക്കാട് കായലിൽ കാണാതായ യുവാവിനായി ഇന്നും തെരച്ചിൽ തുടരും. കൂട്ടായി സ്വദേശി മുഹമ്മദ് ഖൈസിനെയാണ് കാണാതായത്. ഇടുക്കി വാഗമണിനു സമീപം ചാത്തൻപാറയിൽ കൊക്കയിൽ വീണ യുവാവിനെ രക്ഷപ്പെടുത്തി. തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശി അരുൺ എസ് നായരാണ് കാൽവഴുതി കൊക്കയിലേക്ക് വീണത്.
അധികം താഴ്ചയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് യുവാവ് പുല്ലിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. തൊടുപുഴ, മൂലമറ്റം എന്നിവിടങ്ങളിലെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ എത്തിയാണ് യുവാവിനെ സാഹസികമായി പുറത്തെത്തിച്ചത്. സാരമായി പരിക്കേറ്റ വിഷ്ണുവിനെ തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ വ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ദിനാചരണം. കരളിനെ ബാധിക്കുന്ന ഒരുതരം വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ്. വൈറസ്, മദ്യപാനം, ചില മരുന്നുകൾ, അമിതവണ്ണം എന്നിവയെല്ലാം ഹെപ്പറ്റൈറ്റിസിന് കാരണമാകാം. ഇവയിൽ വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന കാരണം. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ 5 പ്രധാന വൈറസ് അണുബാധകളാണ് സാധാരണയായി കണ്ടുവരുന്നത്. ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന അണുബാധയാണ്. സാധാരണയായി ഗുരുതരമല്ലാത്ത ഈ രോഗം പൂർണ്ണമായി സുഖപ്പെടാറുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പുകളും ലഭ്യമാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി, സി, ഡി വൈറസുകൾ മാരകമായ അണുബാധയ്ക്ക് ഇടയാക്കുന്നു. രക്തം, ലൈംഗിക ബന്ധം എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ പകരുന്ന ഗുരുതരമായ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ എന്നീ രോഗങ്ങൾക്ക് അതിടയാക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയുള്ളവരെ മാത്രം ബാധിക്കുന്ന ഒരുതരം വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. ഇത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഹെപ്പറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പ്രാരംഭഘട്ടത്തിൽ പ്രകടമാകണമെന്നില്ല. രോഗം മൂർച്ഛിക്കുമ്പോൾ ക്ഷീണം, മഞ്ഞപ്പിത്തം, കടുത്ത വയറുവേദന, ഓക്കാനം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടേക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കണ്ടെത്തുകയും രോഗത്തിനെതിരെ വാക്സിൻ വികസിപ്പിക്കുകയും ചെയ്ത ഡോക്ടർ ബറൂച്ച് സാമുവൽ ബ്ലംബർഗിന്റെ ജന്മദിനമാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. ശരിയായ പ്രതിരോധ മാർഗങ്ങളിലൂടെയും വാക്സിനേഷനിലൂടെയും ചികിത്സയിലൂടെയും ഈ രോഗത്തെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും. ശരിയായ രീതിയിൽ രോഗത്തെ മനസ്സിലാക്കുക വഴി രോഗവ്യാപനം തടയുകയെന്നതാണ് ഈ വർഷത്തെ ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം. റിസർച്ച് ഡെസ്ക് 24. നോക്കാമിനി ചില അറിയിപ്പുകൾ. പത്തനംതിട്ട മല്ലശ്ശേരി ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ അധ്യാപക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഇന്ന് നടക്കും. TTC, KTT യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. ആലപ്പുഴയിൽ സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളിലേക്ക് ട്രെയിനർ, സ്കിൽ അസിസ്റ്റന്റ് തസ്തികകളിൽ നിയമനം. അഭിമുഖം ഇന്ന് രാവിലെ 10-ന് SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്ററുടെ ഓഫീസിൽ. കൊല്ലം എഴുകോൺ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ കീഴിലുള്ള എഴുകോൺ, തേവള്ളി GIFT സെന്ററുകളിലായി ഇംഗ്ലീഷ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവ്. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകണം. മലപ്പുറം പട്ടിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഗീത അധ്യാപകർ ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. കാഞ്ഞിരമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. മലയാളം വിഷയത്തിലേക്കാണ് ഒഴിവ്. കൂടിക്കാഴ്ച ഓഗസ്റ്റ് 11-ന് രാവിലെ 10 മണിക്ക് നടക്കും. പരിവാഹൻ ആപ്പിന്റെ മറവിൽ സൈബർ തട്ടിപ്പ് നടത്തിയ 2-അംഗ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് എറണാകുളം ജില്ലാ കോടതി പരിഗണിക്കും. ഉത്തർപ്രദേശ് സ്വദേശികളായ അതുൽ കുമാർ സിംഗ്, മനീഷ് സിംഗ് എന്നിവരെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിനായ 16-കാരനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സൈബർ പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാം എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. RSSന്റെ ആഭിമുഖ്യത്തിൽ ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ ന്യാസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടക്കുന്ന ജ്ഞാനസഭ ഇന്ന് സമാപിക്കും. രാജ്യത്തെ വിവിധ സർവകലാശാല VC-മാരും വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനത്തിൽ RSS മേധാവി മോഹൻ ഭാഗവത് പ്രഭാഷണം നടത്തും. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരേണ്ട മാറ്റങ്ങളാണ് ജ്ഞാനസഭയിൽ ചർച്ചയാവുക. ഇന്നലെ നടന്ന സെഷനുകളിൽ കേരള, കാലിക്കറ്റ്, കണ്ണൂർ, കുഫൂർ സർവകലാശാല VC-മാർ പങ്കെടുത്തിരുന്നു. മകൻ ജനിച്ചിട്ട് 11 വർഷം പിന്നിട്ടിട്ടും ഇതുവരെയും അവന് അല്പം ഭക്ഷണം വാരിക്കൊടുക്കാൻ കഴിയാത്ത ഒരു ഉമ്മയും ഉപ്പയുമുണ്ട് എറണാകുളം വടക്കൻ പറവൂരിലെ ആലങ്ങാട്. കടബാധ്യതയും ദൈനംദിന ചെലവുകളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ കുടുംബം മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി സുമനസ്സുകളുടെ സഹായം തേടുകയാണ്.
നവാസിന്റെയും നൌഫിയയുടെയും മകൻ മുഹമ്മദ് നിഹാൽ ജനിച്ച അന്നു മുതൽ ഈ അവസ്ഥയിലാണ്. വായിലൂടെ ഭക്ഷണം കഴിക്കാൻ വയ്യ, ഉമിനീര് പോലും ഇറക്കാനാകില്ല. വയറിൽ ട്യൂബിട്ട് ദ്രവരൂപത്തിലാണ് ആഹാരം നൽകുന്നത്. ഞാൻ കഴിക്കുമ്പോഴും എനിക്ക് കഴിക്കാൻ തന്നെ പറ്റാറില്ല ഇടക്ക്. എന്നുവെച്ചാൽ നമ്മുടെ മോൻ ഇടക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പം തന്നെ എനിക്ക് പറ്റണില്ല എൻ്റെ മോൻ കഴിക്കണം. ഇപ്പം എനിക്ക് പേടി വേറൊന്നുമല്ല, എൻ്റെ കാലം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കാലം കഴിഞ്ഞ് എൻ്റെ മോനെ ആരും നോക്കും എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് എനിക്ക്. അവരൊന്ന് എണീച്ച് നടന്ന് വായിക്കൂടി ഭക്ഷണം കഴിക്കണമെങ്കിൽ എനിക്ക് സമാധാനമായി. ENTയുടെയും ഫിറ്റ്സിന്റെയും ബുദ്ധി വളർച്ചക്കുറവിന്റെയും പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. പ്രസവ സമയത്തുണ്ടായ ചികിത്സാ പിഴവാണ് കുട്ടിയുടെ അവസ്ഥയ്ക്ക് കാരണമെന്ന് കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. ആ കേസ് കോടതിയുടെ പരിഗണനയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. കൂലിപ്പണിയെടുത്ത് കുടുംബം നോക്കുന്ന നവാസിന് മകന്റെ ചികിത്സാ ചിലവുകൾ താങ്ങാവുന്നതിലും അപ്പുറമായി. ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പേരിൽ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് കൂലിപ്പണിയാണ്, കൂലിപ്പണിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കണത്. അത് സ്ഥിരം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി പണി കുറവാണ്. പിന്നെ ഇവൻ്റെ ചികിത്സ നടക്കണില്ല, വളരെ ബുദ്ധിമുട്ടാണ്. മൂത്ത 2 പെൺകുട്ടി, ഇതൊരു ആൺകുട്ടിയായിരുന്നു. സന്നദ്ധ സംഘടന വെച്ച് നൽകിയ വീട്ടിലാണ് ഈ 4 കുടുംബം കഴിയുന്നത്. വീട് സ്വന്തമായിട്ടില്ല. പലരോടും കടം വാങ്ങിയതും പല വഴിക്ക് ലഭിച്ച സഹായവും കൊണ്ട് 11 വർഷത്തിനിടയ്ക്ക് 20 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് വേണ്ടി മുടക്കി. ഇതിനകം 3 ശസ്ത്രക്രിയകൾ നടന്നു. 1 മാസം ചികിത്സയ്ക്ക് 30,000 രൂപയോളം വേണം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ. ദിവസവും ഫിസിയോതെറാപ്പിയും ആവശ്യമാണ്. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായി സുമനസ്സുകളുടെ കനിവ് തേടുകയാണ് ഈ കുടുംബം. 24 കൊച്ചി. ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നൈസർ ജൂലൈ 30 വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. എന്താണ് നൈസറിന്റെ സവിശേഷതകൾ നോക്കാം. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നൈസർ അഥവാ നാസ ഇസ്രോ സിന്തറ്റിക് അപ്പേർച്ചർ റേഡാറാണ് വിക്ഷേപണത്തിന് ഒരുങ്ങിയത്. GSLV F-16 റോക്കറ്റിലാണ് വിക്ഷേപണം. ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന അതിസൂക്ഷ്മ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിവുള്ളതാണ് ഈ ഉപഗ്രഹം. $130 കോടി ചെലവിൽ നിർമ്മിച്ച ഉപഗ്രഹം ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഭൗമ നിരീക്ഷണ ദൗത്യങ്ങളിൽ ഒന്നാണ്. നാസയുടെ L-ബാൻഡ് റേഡാറും ഇസ്രോയുടെ S-ബാൻഡ് റേഡാറും സംയോജിപ്പിച്ച ഒരു ഇരട്ട ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പേർച്ചർ റേഡാർ സംവിധാനമാണ് നൈസറിന്റെ സവിശേഷത. 2392 കിലോഗ്രാമാണ് ഭാരം. 12 മീറ്റർ വ്യാസമുള്ള വലിയ ആന്റനയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, മണ്ണിടിച്ചിലുകൾ, മഞ്ഞുമലകളുടെ ചലനം, സസ്യജാലങ്ങളിലെ മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ ഭൂമിയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന വളരെ ചെറിയ വ്യതിയാനം പോലും നൈസറിന് തിരിച്ചറിയാൻ സാധിക്കും. പകലും രാത്രിയിലും എല്ലാത്തരം കാലാവസ്ഥയിലും വിവരങ്ങൾ ശേഖരിക്കാനും ഉപഗ്രഹത്തിന് കഴിയും. ഓരോ 12 ദിവസത്തിലും ഭൂമിയുടെ മുഴുവൻ ഉപരിതലവും നൈസർ സ്കാൻ ചെയ്യും. മണ്ണിലെ ഈർപ്പം, കൃഷിഭൂമിയിലെ മാറ്റങ്ങൾ, ജലസ്രോതസ്സുകളുടെ നിരീക്ഷണം എന്നിവയിലും നൈസർ നിർണായക വിവരങ്ങൾ നൽകും. മഞ്ഞുമലകളുടെ പ്രത്യേകതകൾ, തീരദേശ മാറ്റങ്ങൾ, എണ്ണച്ചോർച്ച എന്നിവയും നൈസർ നിരീക്ഷിക്കും. നൈസറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ശാസ്ത്രജ്ഞർക്കും നയരൂപകർത്താക്കൾക്കും ഒരുപോലെ പ്രയോജനകരമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനുള്ള ആസൂത്രണങ്ങൾക്കും ഇത് മുതൽക്കൂട്ടാകും. റിസർച്ച് ഡെസ്ക് 24. റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ് നഗരത്തിനു നേരെ യുക്രൈൻ ആക്രമണം. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് നഗരത്തിലെ വിമാനത്താവളം 5 മണിക്കൂർ അടച്ചിട്ടു. 22 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നാവികസേനാ ദിനത്തോടനുബന്ധിച്ച പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ആക്രമണം. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് ബൽത്തങ്ങാടിയിലെത്തി അന്വേഷണം ആരംഭിക്കും. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള DGP പ്രണബ് മോഹന്തി ഇന്നലെ രാത്രി SITയുടെ പ്രത്യേക യോഗം വിളിച്ച് തൊഴിലാളിയുടെ മൊഴി വിശകലനം ചെയ്തു. സങ്കീർണത നിറഞ്ഞ കേസായതിനാൽ എല്ലാ വശവും പരിശോധിച്ച ശേഷമാകും കുഴിയെടുത്തുള്ള പരിശോധന നടക്കുക. എന്നാൽ ഈ പരിശോധന വൈകിപ്പിച്ചാൽ തെളിവ് നഷ്ടപ്പെടുമെന്ന ആശങ്കയും അന്വേഷണ സംഘത്തിനുണ്ട്. മൃതദേഹം മറവ് ചെയ്തെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ചിലയിടങ്ങൾ ഇന്ന് അന്വേഷണ സംഘം പരിശോധിക്കും.
ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ സുധാൻഷു ധൂലിയ, ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ADRും നൽകിയ ഹർജികളാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സുപ്രീം കോടതി നിരവധി ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉയർത്തിയിരുന്നു. കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മറുപടി നൽകും. വോട്ടർ പട്ടികയിൽപ്പെടുത്താൻ ആധാർ കാർഡ്, വോട്ടർ കാർഡ്, റേഷൻ കാർഡ് എന്നിവ പരിഗണിക്കുന്നത് പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജഡ്ജ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ടിനെതിരെയും ഇംപീച്ച്മെന്റ് നടപടിക്കെതിരെയും യശ്വന്ത് വർമ്മ നൽകിയ ഹർജിയാണ് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, AG മാഷി എന്നിവരടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കുക. ആഭ്യന്തര സമിതിയുടെ അന്വേഷണം നീതിപൂർവമായിരുന്നില്ല എന്നാണ് ഹർജിയിലെ വാദം. തന്നെ നീക്കം ചെയ്യാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ ശുപാർശ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ അഭിഭാഷകൻ മാത്യു നെടുമ്പാറ നൽകിയ ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരും. ഇനി ചില ദേശീയ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. SIRന്റെ ഭാഗമായി ബീഹാറിൽ 91% വോട്ടർമാരുടെയും വിവരങ്ങൾ ലഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 7 ലക്ഷത്തിലധികം പേർ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തെന്ന് കണ്ടെത്തിയെന്നും കമ്മീഷൻ. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആശുപത്രി വിട്ടു. 3 ദിവസത്തെ വിശ്രമത്തിനു ശേഷം പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ആശുപത്രി അധികൃതർ. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം സെക്രട്ടറി S. കൃഷ്ണനെ IAS സെൻട്രൽ അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ഡൽഹിയിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് S. കൃഷ്ണനെ പുതിയ ചുമതലയിലേക്ക് തെരഞ്ഞെടുത്തത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാനും പ്രശാന്ത് കിഷോറും സഖ്യനീക്കം നടത്തുന്നതായി പപ്പു യാദവ്. ചിരാഗ് പാസ്വാനെ പ്രശാന്ത് കിഷോർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നും പപ്പു യാദവ്. ഒഡീഷയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രധാന അധ്യാപകൻ അറസ്റ്റിൽ. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. തിരുവനന്തപുരം DCC അധ്യക്ഷനായി N. ശക്തൻ ഇന്ന് ചുമതലയേൽക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരം DCC ഓഫീസിലെത്തിയാകും ചുമതല ഏറ്റെടുക്കുക. വിവാദ ഫോൺ സംഭാഷണത്തിൽ കുരുങ്ങി പാലോട് രവി രാജിവെച്ച പശ്ചാത്തലത്തിലാണ് N. ശക്തന് താൽക്കാലിക ചുമതല നൽകിയത്. 1 മാസത്തിനുള്ളിൽ പുനഃസംഘടന നടത്തി സ്ഥിരം DCC അധ്യക്ഷനെ നിയമിക്കാനാണ് KPCCയുടെ നീക്കം. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ഈ വിവാദമായ ഫോൺ സംഭാഷണം അത് പിന്നീട് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ സാഹചര്യം, അതിനുശേഷം പാലോട് രവിയുടെ രാജി ചോദിച്ചു വാങ്ങുന്ന നിലയിലേക്ക് നേതൃത്വം എത്തിയ സാഹചര്യം, അതിനൊക്കെ ഇടയിൽ N. ശക്തൻ പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. വളരെ ചുരുങ്ങിയ കാലയളവിലേക്കാണെങ്കിൽ കൂടി ഈ സമയത്ത് അത് പ്രധാനമാണ്. എന്താണ് വിവരങ്ങൾ റിനു? റിജിത്ത്, സ്മിത, വിവാദ ഫോൺ സംഭാഷണത്തിൽ പുറത്തായിട്ടുള്ള തിരുവനന്തപുരത്തിലെ നിലവിലെ DCC അധ്യക്ഷൻ പാലോട് രവിക്ക് പകരക്കാരനായിട്ടാണ് N. ശക്തൻ ഇന്ന് ചുമതലയേൽക്കുന്നത്. 12 മണിക്ക് തിരുവനന്തപുരത്തെ DCC ഓഫീസിലാണ് ചുമതലയേൽക്കുന്നത്. നിലവിൽ KPCCയുടെ വൈസ് പ്രസിഡന്റായി ചുമതലയുള്ള ആളാണ് N. ശക്തൻ. മുൻ MLA കൂടിയാണ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇന്ന് ചുമതലയേൽക്കും. 1 മാസത്തിനിടെ തന്നെ DCC പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പുതിയ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി ാണ് ഇത്തരത്തിൽ പാലോട് രവി ഒരു വിവാദ ഫോൺ സംഭാഷണം നടത്തുന്നതും അദ്ദേഹത്തിന്റെ രാജി വാങ്ങി അദ്ദേഹം രാജിവെക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. നിലവിൽ 1 മാസത്തിനകം തന്നെ പുതിയ DCC അധ്യക്ഷനെ ചുമതല കൈമാറാൻ വേണ്ടിയിട്ടാണ് KPCC തീരുമാനിച്ചിട്ടുള്ളത്. ചില DCCകളിൽ അത്തരത്തിലൊരു തീരുമാനം നിലവിൽ നിലനിൽക്കുകയും ആണ്. മണക്കാട് സുരേഷ്, അതുപോലെ തന്നെ VS ശിവകുമാർ, ശബരിനാഥൻ, അതുപോലെ തന്നെ ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയവരാണ് നിലവിൽ പുതിയ അധ്യക്ഷനായി വരാൻ ഉള്ളത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അറിയിക്കുന്നത്. എന്തായാലും 1 മാസത്തിനകം പുതിയ അധ്യക്ഷനുണ്ടാവും. നിലവിലെ താൽക്കാലിക അധ്യക്ഷനായി DCC അധ്യക്ഷനായിട്ട് N. ശക്തൻ ഇന്ന് ഉച്ചയ്ക്ക് ചുമതലയേൽക്കും. റിജിത്ത്. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കേരള സർവകലാശാല ഭരണ പ്രതിസന്ധി തുടരുന്നു. തർക്കം പരിഹരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു നടത്തിയ സമവായ നീക്കവും പൊളിഞ്ഞു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത VC മോഹനൻ കുന്നുമ്മലിനെതിരെ കടുത്ത നിലപാടിലേക്കാണ് സിൻഡിക്കേറ്റ്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ശമ്പളം തടഞ്ഞുവെക്കാനുള്ള VCയുടെ ഉത്തരവും സിൻഡിക്കേറ്റ് തടയും. 60 ദിവസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് യോഗം നിർബന്ധമായും വിളിച്ചു ചേർക്കണമെന്ന ചട്ടം VC പാലിച്ചില്ല എന്നാണ് ഇടതംഗങ്ങളുടെ നിലപാട്. സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ആവശ്യം VC തള്ളിയതോടെയാണ് അംഗങ്ങൾ നിലപാട് കടുപ്പിക്കുന്നത്. സർവകലാശാല യുവജനോത്സവത്തിൽ ഗ്രൂപ്പ് ഇനങ്ങളുടെ മാർക്ക് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നടന്ന യോഗത്തിൽ രജിസ്ട്രാർക്ക് പകരം ഇൻചാർജായി VC ചുമതല നൽകിയ മിനി കാപ്പനാണ് പങ്കെടുത്തത്.